Hey, he +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi students, a very good evening. So ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് +2 പാർട്ട് A ഓഫ് മൈക്രോ എക്കണോമിക്സ്.
അതിലത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും ഞാനിന്ന് എടുക്കുന്നത്. സോ ഐ എം യുവർ ഫാക്കൽറ്റി. മൈ നെയിം ഇസ് കാവ്യ എം അനിൽ. സോ നമുക്ക് അധികം വൈകാതെ തന്നെ വി വിൽ സ്റ്റാർട്ട് അവർ ക്ലാസ്സസ്. സോ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 2, ദാറ്റ് ഇസ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇതിൽ നിന്ന് നമുക്ക് 12 മാർക്സ് വെയിറ്റേജ് ഔട്ട് ഓഫ് 40 മാർക്സ് ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ദ ചാപ്റ്റർ 2 ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് ദാറ്റ് ഈസ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ നമ്മളുടെ സിലബസിലേക്കൊന്ന് നമുക്ക് പോവാം. ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ വി ഹാവ് 4 മാർക്സ്. ദ സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിൽ നിന്ന് നമുക്ക് 12 മാർക്സ് ഉണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് വി ഹാവ് 8 മാർക്സ്. The theory of firm under perfect competition we have 10 marks, and market equilibrium, that is the last chapter, we have 6 marks, and total we have out of 40 marks for the exam. So ഈ ഒരു 40 മാർക്കാണ് നമ്മളുടെ മെയിൻ മോട്ടീവ്. അതിലത്തെ 12 മാർക്സ് ആയ ഈ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. So let's see what all are the things which we are going to cover for today's class. നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് നോക്കും. സോ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് പഠിക്കണമെങ്കിൽ അതിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ദേ ആർ യൂട്ടിലിറ്റി, ദ ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി അനാലിസിസ്, ദ മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, പിന്നെ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഓഫ് കൺസ്യൂമർ ഇക്വിലിബ്രിയം വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയ ബഡ്ജറ്റ് സെറ്റ്, ബഡ്ജറ്റ് ലൈൻ, പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ ദാറ്റ് ഇസ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഇൻഡിഫറൻസ് മാപ്പ് ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. സോ ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യെറ്റ് വെരി ഈസി ടോപ്പിക്സ്. സോ ഹായ് സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ and welcome to the plus 2 revision classes, and നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, the theory of consumer behavior. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ? കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ഇൻ മാർക്കറ്റ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ കൺസ്യൂമറിൻ്റെ മലയാളം എന്ന് വെച്ചാൽ നമുക്കറിയാം ഉപഭോക്താവ്. ഉപഭോക്താവിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് മാർക്കറ്റിൽ എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ കൺസ്യൂമേഴ്സ് ചൂസ്, ബൈ ആൻഡ് യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു മീറ്റ് ദെയർ നീഡ്സ്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ദേ ബൈ, ചൂസ് ആൻഡ് യൂസ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദെയർ ലിമിറ്റഡ് ഇൻകം. അവരുടെ ഇൻകം വെച്ചുണ്ട് ഹൗ ദേ ബൈ, യൂസ് and choose these goods and services, and it is in order to meet their satisfaction, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് കൺസ്യൂമർ ബിഹേവിയർ, റൈറ്റ്? സോ കൺസ്യൂമേഴ്സ് ആക്ഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ദ മോട്ടിവേഷൻസ് ബിഹൈൻഡ് ദോസ് ആക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഹായ്, വി ഹാവ് എ സ്റ്റുഡൻറ്റ് വിനു. ഹായ് വിനു. സോ നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറയുന്നത് വളരെ ഇലാബറേറ്റ് ചെയ്ത് ഭയങ്കര ഒരു ലെങ്തി ചാപ്റ്ററാണ്. പക്ഷെ ആക്ച്വലി ദിസ് ചാപ്റ്റർ ഈസ് വെരി സിമ്പിൾ. ആൻഡ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ആക്ച്വലി തിയറി നമ്മൾ നന്നായിട്ട് മനസ്സിലായി പഠിക്കുകയാണെങ്കിൽ ദർ ഈസ് നോ നീഡ് ഫോർ അസ് ടു ബൈ ഹാർട്ട് എവറിത്തിങ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, റൈറ്റ്? നമുക്ക് ആ കൺസെപ്റ്റ് മര്യാദക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ പോയിന്റ്സ്, നമ്മളുടെ ഓൺ പോയിന്റ്സ് നമുക്ക് എക്സാമിൽ എഴുതാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എക്കണോമിക്സ് എന്ന അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിൽ വി ക്യാൻ റൈറ്റ് ദ പോയിന്റ്സ്. നമുക്ക് ആ പോയിന്റ്സ് നന്നായിട്ട് അറിയുമെങ്കിൽ നമ്മൾ തന്നെ ഈ പോയിന്റ്സ് ഉണ്ടാക്കി എഴുതിയാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഓക്കെ, സോ ഹായ് ഹമീന, ഹായ് രമ്യ, ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ചാപ്റ്റർ ഇസ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ നോക്കിയാലോ, ദാറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ഇൻ എ മാർക്കറ്റ്. ഓക്കെ, ആ മാർക്കറ്റിൽ വാട്ട് ഓൾ തിങ്സ് ഹി ഈസ് ബൈയിങ് or she is buying in order to satisfy his or her needs from the limited income. Okay, so that is
consumer behavior. So I hope this is clear. So ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി. സോ വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓർ ദ പവർ ഓഫ് എ കൊമോഡിറ്റി ടു സാറ്റിസ്ഫൈ എ നീഡ് ഓഫ് എ പേഴ്സൺ. അതിന് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നു. ഓക്കെ, സോ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കപ്പാസിറ്റി or the power of a commodity to satisfy a need. So that is termed as utility. A consumer's desire for an item is usually determined by the utility or satisfaction he obtains from it. അല്ലേ, ഇപ്പോൾ നമുക്കൊരു കൺസ്യൂമർ, ഇഫ് ഐ ഡിസയർ ടു ബൈ മേ ബി എനിക്കൊരു ഹോട്ടലിൽ പോയിട്ട് ഇപ്പോൾ ന്യൂഡിൽസ് കഴിക്കണം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഈറ്റ് പൊറോട്ട. സോ ഇറ്റ്സ് അപ് ടു മീ, റൈറ്റ്? എൻ്റെ ഡിസയർ ആണ്, ആൻഡ് ദിസ് ഡിസയർ ഈസ് ബേസ്ഡ് ഓൺ മൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എന്തോരം സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതിൽ നിന്ന് കിട്ടും അതനുസരിച്ചായിരിക്കും എൻ്റെ ഡിസയർ, റൈറ്റ്? എന്തോരം യൂട്ടിലിറ്റി വി വിൽ ഗെറ്റ് ഫ്രം ദീസ് കൊമോഡിറ്റീസ് ആഫ്റ്റർ വി സാറ്റിസ്ഫൈ, ആഫ്റ്റർ വി ഗെറ്റ് എ സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഡിസയർ ഫോർ എനി കൊമോഡിറ്റി, അതായത് ഇപ്പോൾ ഡ്രസ്സ് ആയാലും കാർ ആയാലും ഓർ എനിത്തിങ്, റൈറ്റ്? നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ വെച്ച് അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് കൊമോഡിറ്റിയാണ് ഡിസയർ ചെയ്യണമെന്ന്. സോ എക്സാമ്പിൾ പെൻ, ചോക്ലേറ്റ്സ്. സോ ഓൾ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ദ കൊമോഡിറ്റീസ് വിച്ച് ഹാസ് ദ പവർ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വോൺസ്, റൈറ്റ്? സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ വാട്ട് ഈസ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി or the power of the commodity to satisfy a human want or need. So adana utility ennu parayunnathu. Hello Sumin, hi Blinder, hi everyone. So idoru valare easy chapter aanu and yet very important chapter also. So ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു സ്റ്റഡി ദീസ് പോയിന്റ്സ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു റൈറ്റ് ദ എക്സാം, ആൻഡ് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ആ സമയത്ത് ആലോചിച്ച് എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ ഓക്കെ, സോ ഗ്രാഫ്സ് മാത്രം വീഡിയോ ചെയ്യൂ. യാ, ഐ വിൽ ബി ഇൻക്ലൂഡിങ് ദ ഗ്രാഫ്സ്. അത് കമ്മിങ് സെഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഗ്രാഫ്സ് ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗ്രാഫ്സ് മാത്രമല്ല, വി നീഡ് ടു നോ ദ തിയറി ഓൾസോ, റൈറ്റ്? അപ്പോൾ തിയറി മനസ്സിലാക്കി പഠിച്ചാൽ ഗ്രാഫ്സ് ഒക്കെ വരക്കാനും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇറ്റ് വിൽ ബി വെരി ഈസി. സോ ഇതൊരു തിയറി ക്ലാസ് ആണ്, ബിക്കോസ് നമുക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കണം. ദെൻ ഓൺലി വി ക്യാൻ ഡു ദ ഗ്രാഫിക്കൽ മെത്തേഡ്സ്. ഓക്കെ, സോ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. Now there are 3 types of analysis which comes under utility. The first one is cardinal utility analysis, second is ordinal utility analysis, and third one is revealed preference theory. So E3 analysis is very important when you study utility. So utility le 3 types of analysis aanu ee 3 enna. So let's see one by one what is the explanation for cardinal utility analysis. Hi Nakul, hi Anashwara, hello. Hi Yadu Krishna. Okay, so നമുക്ക് നോക്കാം cardinal utility analysis എന്താണെന്ന്. So this analysis is given by Alfred Marshall. Alfred Marshall എന്ന് പറയുന്നത് is a famous economist, right? നമുക്ക് ആൽഫ്രഡ് മാർഷലിൻ്റെ എല്ലാ തിയറീസും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 11th അല്ലേ? സോ ആൽഫ്രഡ് മാർഷൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എക്കണോമിസ്റ്റ് ആൻഡ് ഹീ ഈസ് ദ വൺ ഹൂ പ്രൊപ്പഗേറ്റഡ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. സോ അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. ഓക്കെ, യൂട്ടിലിറ്റി അല്ലെങ്കിൽ ദ മെഷർമെൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ യൂട്ടിലിറ്റീനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി സ്റ്റേറ്റഡ് ന്യൂമറിക്കലി. നമുക്കതിനെ ന്യൂമറിക്കലി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ദി യൂട്ടിലിറ്റി, നമുക്കൊരു പ്രോഡക്റ്റ് നമ്മൾ ബൈ ചെയ്തു, യൂസ് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി, ആൻഡ് ഈ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ന്യൂമറിക്കലി ആസ് വെൽ. The level of utility from goods and services can be graded in countable numbers. അല്ലെ, നമുക്ക്
ഏതൊരു നമ്പറിലും ഈ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1, 2, 3, 4 ഈ നമ്പേഴ്സിലൊക്കെ നമുക്ക് ദാറ്റ് ഈസ് ദ കൗണ്ടബിൾ നമ്പേഴ്സിനെ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ സാറ്റിസ്ഫാക്ഷൻ വിച്ച് വി ഗെറ്റ് ഫ്രം കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. ഇതിൽ നമുക്ക് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റും. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്, റൈറ്റ്? So that is what we study in the first analysis of utility, which is very important. ഇത് ഏതായാലും 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർ എക്സാം. ആൻഡ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ തന്നെ നമുക്ക് 2 മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി പഠിക്കാനുണ്ട്. ആൻഡ് ദീസ് 2 മെഷേഴ്സ് ആർ വെരി ഈസി. ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദീസ് മെഷേഴ്സ്. സോ ആദ്യത്തേതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. സോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് എ ഗിവൺ ടൈം, അല്ലെങ്കിൽ ദ കൺസംഷൻ ഓഫ് എ ഗിവൺ ക്വാണ്ടിറ്റി, ഒരു പാർട്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് അറ്റ് എ ഗിവൺ ടൈം. അതിൻ്റെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. സോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് is the sum. It is the sum of marginal utility എന്ന് നമ്മൾ പറയും. Okay, total utility is the sum of marginal utility. And let's see what is marginal utility. Ma'am, can you explain with an example? Sure, total utility, marginal utility ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു തിയറി പറഞ്ഞിട്ട് I will be explaining these terms with an example. So ഈ കമ്മിങ് സെഷനിൽ ഞാൻ ഇതെല്ലാനും നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ പ്ലീസ് ഹാവ് പേഷ്യൻസ്. സോ ആദ്യം നമുക്ക് തിയറി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഓക്കെ, സോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് കൊമോഡിറ്റി അറ്റ് എ ഗിവൺ ടൈം. സോ ദ സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസിനെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. Now let's see what is marginal utility. So from the word itself, marginal എന്ന് പറയുന്നത് is an addition or any change. Okay, an addition or a change to the total utility is known as marginal utility. Okay, the change in total utility caused by the consumption of an additional unit of the commodity. Okay, ഇപ്പോൾ for example I will say ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം, I'll take an example of ice cream. So we are consuming ice cream. So ആദ്യത്തെ ഒരു സ്കൂപ്പ് നമ്മൾ കഴിച്ചു ആൻഡ് അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ കണ്ടു. മേ ബി വി വിൽ ടേം ഇറ്റ് ആസ് യൂട്ടിൽസ്. ഓക്കെ, നമുക്കൊരു 7 യൂട്ടിൽസ് കിട്ടി. ആൻഡ് ദ സെക്കൻഡ് സ്കൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മേ ബി 10 യൂട്ടിൽസ്. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസ്, ദ 3 is the difference, right? 10 minus 7 we get 3. So 3 is the marginal utility which we receive from consuming ice cream. Okay, so ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇനി വഴിയെ പറയാം ആൻഡ് ദിസ് വിൽ ബി വെരി ക്ലിയർ. ഓക്കെ യദു, ഫൈൻ. ഹായ് അതുൽ കൃഷ്ണ, ഹായ് യദു, ഹായ് രമ്യ, ഹായ് എവ്രി വൺ. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി ഓർ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. സോ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റീനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഓർ വാട്ട് ഈസ് ദ ഫോർമുല? ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. വി ക്യാൻ സേ ഡെൽറ്റ TU ബൈ ഡെൽറ്റ X. ഓക്കെ, സോ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം ഡിഫൈൻ മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെ ചോദിച്ചാൽ യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ് ആൻഡ് ആസ് വെൽ ആസ് യു ക്യാൻ മെൻഷൻ ദ ഫോർമുല. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി. So it is the value gained from each additional unit. അത് നമ്മൾ പറഞ്ഞു already. Okay, so this is what is meant by the 2 measures of utility, that is total utility and marginal utility. I hope this is clear. Okay, so യദുവിനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു. സോ ഇറ്റ് ഈസ് വെരി ഈസി. ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി. സോ സം ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. ഹൗ ടോട്ടൽ യൂട്ടിലിറ്റി ചേഞ്ചസ് ആസ് ദ കൺസംഷൻ ഓഫ് ഗുഡ് ഇൻക്രീസസ്. നമ്മൊരു ഗുഡ് ഓർ എ പ്രൊഡക്റ്റ്
നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ ചേഞ്ച് ആവും എന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ ഇസ് ഐസ്ക്രീം. ഓക്കെ, ഇഫ് എ പേഴ്സൺ ഇസ് ക്രേവിങ് ഫോർ ഐസ്ക്രീം, ആ ഐസ്ക്രീം ഇപ്പോൾ ആള് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ വാട്ട് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓർ ദ യൂട്ടിലിറ്റി ഹി ഗെറ്റ്സ്? ഇറ്റ് ഈസ് 0, റൈറ്റ്? ആളത് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ the total utility is 0. What if he consumes 1 scoop of ice cream? So, ഒരു scoop ice cream കഴിക്കുമ്പോൾ he gets 7 utils. Okay, so 7 utils is the total satisfaction he gets from that one scoop of ice cream. അതുപോലെ 2 scoop in he gets 12 utils. Okay, so the total utility is increasing. Okay, 3 scoop in he gets 15 utils. Satisfaction is increasing, right? 4 scoops in 16 utils. But 5 scoops il varumbol it is 15 utils. appo adu koreyana. So total utility ennu parayunnathu is increasing with the increase in the units of consumption. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് it decreases. Okay, so adu endukondannokke namukku nokkam. And we need to know marginal utility also. So നമ്മൾക്ക് ഇതിൽ marginal utility also include ചെയ്യാം, because we need to know the change, right? Okay, so നമുക്കറിയാം 0 scoops in 0 total utility, marginal utility അവിടെ ഇല്ല. From 1 scoop we get 7 utils and the same will be the marginal utility in the beginning. പക്ഷെ പിന്നെ നമ്മൾ ഓരോ യൂണിറ്റ്സിന്നും, ദാറ്റ് ഈസ് നമ്മൾ സെക്കൻഡ് സ്കൂപ്പ്, തേർഡ് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ എ ഡിക്രീസിങ് റേറ്റ്, അല്ലേ? ആൻഡ് ഓൾസോ ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഓൾസോ ഡിക്രീസിങ്. അതായത് ആദ്യം നമുക്ക് കിട്ടിയ 7 യൂട്ടിൽസ് ആണ്, ബട്ട് ദെൻ ഇറ്റ് ഡിക്രീസ് ടു 5 യൂട്ടിൽസ്, ദെൻ ടു 3 യൂട്ടിൽസ്. ഓക്കെ, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഈസ് ഡിക്രീസിങ്, റൈറ്റ്? ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമിൽ നിന്ന് കിട്ടിയ യൂട്ടിൽ അല്ല നമുക്കൊരു തേർഡ് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ ഫസ്റ്റ് സ്കൂപ്പ് ഇസ് നമ്മൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, വി ആർ വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. പക്ഷെ നമ്മൾ കഴിക്കും തോറും നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ഡിക്രീസിങ് ആൻഡ് ഡിക്രീസിങ്, ആൻഡ് അത് reaches a point where it becomes 0. Marginal utility will become 0, and ആ സമയത്ത് നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് it will reach to its maximum. Okay, it will reach to the maximum level and നമ്മുടെ marginal utility is 0. Okay, and പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി will become negative, and this is the negative part, right? അപ്പോൾ നമ്മൾ കൂടുതൽ ഏതൊരു ഗുഡ്, ഇപ്പോൾ വി ആർ ഐസ്ക്രീം ആയാലും അല്ലെങ്കിൽ ഏതൊരു ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മൾ അത് കഴിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ദ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ഇൻക്രീസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ ഡിക്രീസ്, റൈറ്റ്? സോ ദ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് ആസ് ഹി കൺസ്യൂംസ് മോർ ഐസ്ക്രീംസ്. അപ്പോൾ കുറേ ഐസ്ക്രീംസ് കഴിച്ചുകൊണ്ടേയിരുന്നാൽ എന്ത് പറ്റും? മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഫാക്ട് that the second, third and fourth scoop of ice cream were less satisfying than the first scoop. അല്ലേ? ഈ സെക്കൻഡും തേർഡും ഫോർത്ത് ഈ ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് ഈസ് ലെസ് സാറ്റിസ്ഫൈങ് ദാൻ ദ വെരി ഫസ്റ്റ് സ്കൂപ്പ്. ബിയോണ്ട് 4 scoops ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. ഓക്കെ, സോ ഈ 4 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം എടുത്ത് നമ്മൾ കഴിച്ച് ബാക്കി 5th and 6th സ്കൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ് ഫിഗേഴ്സ്, ബിക്കോസ് നമുക്കിനി ആവശ്യമില്ല, വി ആർ ഓൾറെഡി സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം നെഗറ്റീവ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇസ് ദർ എനി ഡൗട്ട് ഫ്രം ദിസ് പാർട്ട്, സ്റ്റുഡൻസ്? ഓക്കെ, ഗ്രാഫ്സ് മാത്രം ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എനിവേ ഗ്രാഫ്സും ചെയ്യുന്നുണ്ട്, നമ്മൾ തിയറിയും ചെയ്യുന്നുണ്ട്, ബിക്കോസ് നമുക്ക് തിയറിയും ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏതൊരു ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് തിയറി, ദ പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ ഞാനത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സോ നോട്ട് ടു ഗെറ്റ് വെറീഡ്. അപ്പോൾ ഇപ്പം എനിക്കത് തീർക്കാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, വിസ്മയ? യാ, സോ ഇപ്പം നമ്മൾ
ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റീൻ്റെയും ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി. Now we are moving on to a very important topic, and that is the law of diminishing marginal utility. Okay? So ഈ ഒരു ലോ ചോദിക്കാതെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഇതൊരു 1 മാർക്കിനോ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ആസ്ക് ഫോർ 6 മാർക്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൻഡ് യെറ്റ് വെരി ഈസി. കാരണം ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. It states that marginal utility from consuming each additional unit of a commodity declines as its consumption increases. Okay, നമ്മളിപ്പോൾ ഒരു ഗുഡ്, ഒരു സെയിം ഗുഡ് തന്നെ നമ്മൾ കുറേ തവണ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി വിൽ ഡിക്ലൈൻ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ ഈ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും diminishing marginal utility, that is the marginal utility is declining. Okay, yeah, okay, it's clear. Okay, so നമുക്ക് ഇതൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഗ്രാഫ് വരക്കണതിന് മുമ്പേ യു വിൽ ഹാവ് ടു മെൻഷൻ ഒരു ടേബിൾ വെച്ച് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ആൻഡ് ഇറ്റ് ഈസ് മോർ ഇംപ്രസീവ് ഓൾസോ. ഒരു ടേബിൾ വരച്ച് അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്ത്, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ആരാണ് ഇതിൻ്റെ ചെക്ക് ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ ദേ വിൽ ബി ഇംപ്രസ്ഡ് വിത്ത് ദ ആൻസർ. സോ ഇതൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഒരു ആൻസർ എഴുതുമ്പോൾ ദർ ഷുഡ് ബി ദ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് തിയറി നമ്മൾ എഴുതണം ഒരു 2 to 3 ലൈൻസ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടേബിൾ ഉണ്ടാക്കുക, ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി drawing a graph for further understanding. So these are some of the steps which you need to think while writing the answer for the exam. Okay, so let's see. Idile total utility, marginal utility is given and the units consumed of a good. So ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ the consumer is getting 10 utils of total utility. And marginal utility is also the same in the first പാർട്ടിൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും സെയിം ആയിരിക്കും. ആൻഡ് 2 യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, 10 നേരെ 19 ആവാണ്. ദാറ്റ് ഈസ് 9 ഇസ് ദ ഡിഫറൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ചേഞ്ച്. ആൻഡ് ഈ ചേഞ്ച് ദാറ്റ് ഈസ് 19 minus 10, ഈ ഒരു ചേഞ്ച് ആണ് നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 9, റൈറ്റ്. 3 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 19 നേരെ 12. സോ 19 12 എന്ന് പറയുന്നത് നേരത്തെ അത്രയും ഇൻക്രീസിങ് അല്ല. സോ വി ക്യാൻ സേ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ് ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 6, ദാറ്റ് ഈസ് 25 minus 19. ആൻഡ് 4 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ വി ഗെറ്റ് 28 and the marginal utility is 3. Okay, so 28 minus 25 we get 3, that is our marginal utility. And 5 units consume we get 28, and this is the point where total utility is in its maximum. Okay students, 1 minute ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം. അതുവരെ നിങ്ങൾ ഈ ഷെഡ്യൂൾ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ മാക്സിമം നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്തുന്ന എവിടെയാണ്? സി 5 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തപ്പോൾ ദ മാക്സിമം നമുക്ക് കിട്ടിയത് 28 ആണ്. ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി അപ്പോൾ 0 ആയി. സോ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോൾ മാക്സിമം ആവും? അപ്പോൾ നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം 0. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന
what happens? The total utility will decrease. അതായത് മാക്സിമം ആയിരുന്ന നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ അത് ഡിക്രീസ് ആവും. ദാറ്റ് ഈസ് 28 നിന്ന് 27 ആവും. ആൻഡ് വി ഗെറ്റ് -1. ദാറ്റ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി. So now let's see what is the relationship between this total utility and marginal utility. Okay, ഈ ടു കൺസെപ്റ്റിന്റെ റിലേഷൻഷിപ്പ് എന്താണ്, ആൻഡ് ഓൾസോ ദ ഗ്രാഫ്. സോ ലെറ്റ്സ് സി, ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ വരച്ച് ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒന്ന് പറയാം. ആൻഡ് ദെൻ you can add these points, the relationship between TU and marginal utility. So TU first തന്നെ it increases in increasing rate അല്ലേ, it increases in increasing rate. പക്ഷേ marginal utility ആണെങ്കിലോ it increases but in a decreasing അല്ലെങ്കിൽ diminishing rate. So this starts, that is total utility starts from this point as well as marginal utility starts from this point. Okay, so ആദ്യം TU increases at an increasing rate and marginal utility also increases but in a diminishing rate. TU increases in diminishing rate and MU decreases. Okay, നമ്മളുടെ total utility ഇങ്ങനെ കയറി it is starting to decline. അപ്പോൾ ആ ഒരു സമയത്ത് marginal utility എന്താണ്, is decreasing. Okay, and the next step is നമ്മളുടെ TU becomes maximum. അപ്പോൾ ഈ മാക്സിമം എത്തുന്ന പോയിന്റ് ആണ് A. ഓക്കെ, സോ മാക്സിമം എത്തുമ്പോൾ നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്താ ചെയ്യുന്നത്, ഇറ്റ് റീച്ചസ് 0. മാർജിനൽ യൂട്ടിലിറ്റി ദാറ്റ് ഇസ് ദിസ് C എന്ന് പറയുന്നത് ഇസ് വേർ ദ MU ഈക്വൽ ടു 0. MU ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. The total utility reaches maximum, MU becomes 0. And this is referred to as the point of safety. Okay, എന്തുകൊണ്ട് ഇതിനെ point of safety എന്ന് പറയുന്നു? It is because നമ്മളുടെ ഏതൊരു കൺസ്യൂമറുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? With his limited income, he needs maximum satisfaction. Right? Maximum satisfaction നേടാനാണ് ഏതൊരു കൺസ്യൂമറും നോക്കുക. സോ അത് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ? ദാറ്റ് ഇസ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആണ്, മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ഈക്വൽ ടു 0. സോ ഈ ഒരു പോയിന്റ് ആണ് നമ്മളുടെ ഏതൊരു കൺസ്യൂമറും പ്രിഫർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ടു ഹാവ് ഹിസ് വാണ്ട് സാറ്റിസ്ഫൈഡ്, ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിച്ച് ഹി റിസീവ്സ് ഫ്രം ദ ലിമിറ്റഡ് ലെവൽ ഓഫ് ഇൻകം. ഓക്കെ, TU ഡിക്ലൈൻസ്. ഇനി എന്താണ്, TU ഇനി ഡിക്ലൈൻ ചെയ്തു. ദാറ്റ് ഈസ് നമുക്ക് ഓൾറെഡി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി വിത്ത് ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി നമ്മൾ ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ വാട്ട് ഹാപ്പൻസ്, ദ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ഡിക്ലൈൻ. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ആയാൽ ദ മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം നെഗറ്റീവ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഒരു കൺസ്യൂമർ won't prefer, right? Because ഇവിടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ is becoming negative. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ലെവലിൽ എത്താനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ഓക്കെ, സോ വെൻ ദ കൺസ്യൂമർ is fully satisfied, he gains 0 marginal utility on consumption of 1 more unit. Okay, I hope law of diminishing utility is very clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ ഷെഡ്യൂളിലോ ഗ്രാഫിലോ ഓർ ദീസ് പോയിന്റ്സ്? ബിക്കോസ് ഏറ്റവും ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വാട്ട് അബൌട്ട് വിനു, വിസ്മയ, യദു, അതുൽ, അനശ്വര, നക്കുൽ? ഇഫ് ദർ ഇസ് എനി ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചോദിക്കാം. ഐ വിൽ ബി ക്ലിയറിംഗ് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ, നമ്മൾ ഫസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസ് നോക്കി, ദാറ്റ് ഇസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. സോ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ എന്താ നോക്കിയത്? ആൽഫ്രഡ് മാർഷൽ ആണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ആൻഡ് ഓൾസോ വി ലേൺ ദ 2 important measures of utility, that is total utility and marginal utility, and the law of diminishing marginal utility. ഇനി നമ്മൾ നോക്കുന്നത് what is ordinal utility analysis. Okay, that is the second utility analysis. So the second one is given by J.R. Hicks and Allen. So ഈ രണ്ട് ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ആണ്
ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഫൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ വിച്ച് ഇസ് ഗിവൺ ബൈ. ഓക്കെ, സോ ദീസ് ടു എക്കണോമിസ്റ്റ് ആർ നോൺ ആസ് ദ മോഡേൺ എക്കണോമിസ്റ്റ്. ആൻഡ് അവരെന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദീസ് എക്കണോമിസ്റ്റ്, യൂട്ടിലിറ്റി കാൺ ബി കാർഡിയലി മെഷേർഡ്. അതായത് നമുക്ക് നമ്പേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്തോ സ്റ്റേറ്റ് ചെയ്തോ നമുക്ക് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൺലി ബി റാങ്ക്ഡ്. നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അത് നമ്മൾ റാങ്ക് ചെയ്താണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ കാണുന്നത്. ഓക്കെ, സോ വി വിൽ ബി റാങ്കിങ് ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്, ദാറ്റ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റാങ്ക് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഓർഡിനലിൽ ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇസ് ഇൻഡിഫറൻസ് കർവ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻഡിഫറൻസ് കർവ്, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നമുക്കതപ്പോൾ കൂടുതൽ നോക്കാം. വാട്ട് ആർ ദ തിങ്സ് ലൈങ് ഇൻ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ആൻഡ് തേർഡ് വൺ ഇസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. സോ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ്? ദാറ്റ് ഈസ് ഒരു ദ കൺസ്യൂമർ നോസ് വാട്ട് ടു ബൈ ഓർ ഹൗ ടു ചൂസ് എ ഗുഡ് ഓർ സർവീസ്, അല്ലേ? അക്കോർഡിംഗ് ടു ഹിസ് ഇൻകം ഒരു മാർക്കറ്റിൽ വന്ന് എങ്ങനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഓർ സർവീസ് ബൈ ചെയ്യണം, അല്ലെങ്കിൽ ഹൗ ടു ചൂസ്, ഇതെല്ലാനും ഒരു കൺസ്യൂമറിനെ അറിയാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി റിവീൽഡ് ഇൻ ദ മാർക്കറ്റ്. സോ അതിന് നമ്മൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നു. ആൻഡ് ദിസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഫോർമുലേറ്റഡ് ബൈ പോൾ എ സാമുവൽസൺ. ഓക്കെ, ഹി ഈസ് ഓൾസോ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്കണോമിസ്റ്റ്. സോ ഈ രണ്ട് അനാലിസിസ് ആണ് നമ്മളുടെ യൂട്ടിലിറ്റി അനാലിസിസ്, അല്ലെങ്കിൽ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്, ആൻഡ് തേർഡ് വൺ ഇസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, സോ നമുക്കിനി എക്സാമിൽ ചോദിക്കാൻ പറ്റിയ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, ഈ ഒരു അനാലിസിസ് ഇസ് ഗിവൺ ബൈ, ദാറ്റ് ഇസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ, and ordinal utility is given by J.R. Hicks and Allen, right? So cardinal utility endana? It is quantitative method. Quantitative method എന്ന് പറയുമ്പോൾ we can state it in numerical facts, or നമുക്ക് measure ചെയ്യാൻ പറ്റും. We can measure utility. The goods and services that are able to derive a higher level of satisfaction are assigned with higher utils. അപ്പോൾ ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതിന് ഹയർ യൂട്ടിൽസും, അതുപോലെ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷന് ലോവർ യൂട്ടിൽസ് ആയിട്ട് നമുക്ക് മെഷർമെന്റ് കൊടുക്കാൻ പറ്റും ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ഏബിൾ ടു ഡിറൈവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആർ അസൈൻഡ് വിത്ത് ഹയർ റാങ്ക്സ്. ഓക്കെ, അതുപോലെ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ ലോവർ റാങ്ക്സ് വെച്ച് നമ്മൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്. വെറാസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയെന്ന് ഐ റിയലി തിങ്ക്, ബിക്കോസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ആൻഡ് ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാം. അപ്പോൾ അതിൻ്റെ കാർഡിനൽ യൂട്ടിലിറ്റീൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, യു ക്യാൻ ഗിവ് an example, as well as ordinal utility you can give indifference curve. Okay, indifference curve. So indifference curve എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. സോ ഓൺ ദ വേ നമ്മളത് പഠിക്കുന്നതായിരിക്കും. Yes. So now we are going to see what is indifference curve. So indifference curve എന്ന് പറയുന്നത് is a graphical representation that shows combination of two goods in various quantities that give same or equal level of satisfaction to the consumer. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിഫറൻസ് കർവ് നമുക്കറിയാം, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഈ ഒരു ഗ്രാഫ് നോക്കുക, ദാറ്റ് ഇസ് വി ആർ ടേക്കിംഗ് ടു ഗുഡ്സ്, ദാറ്റ് ഇസ് ഹോട്ട് ഡോഗ്സ് ആൻഡ് ഹാംബർഗേഴ്സ്.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗുഡ്സിന് നമ്മൾക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. നമുക്ക് എത്രത്തോളം ഹാംബർഗേഴ്സോ അല്ലെങ്കിൽ എത്രത്തോളം ഹോട്ട് ഡോഗ്സ് ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഇസ് സെയിം. ലുക്ക് അറ്റ് ദിസ്, 14 ഹോട്ട് ഡോഗ്സ് എന്ന് നമുക്ക് 20 ഹാംബർഗേഴ്സ്. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇസ് സെയിം. അതുപോലെ ഇഫ് വി യൂസ് 10 hot dogs and 26 hamburgers, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇസ് സെയിം, ദാറ്റ് ഇസ് ബി. ഓക്കെ, സോ ദ കൺസ്യൂമർ ഫേവേഴ്സ് ദം ഓൾ ഈക്വലി. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഈക്വൽ ആണ്. ആസ് എ റിസൾട്ട് ദ ഇൻഡിഫറൻസ് കർവ് ഗോട്ട് ഇറ്റ്സ് നെയിം. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇൻഡിഫറൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ദ കൺസ്യൂമർ ഇസ് ഇൻഡിഫറൻറ്റ് ടു ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിച്ച് ഇസ് received from these two goods. Okay, so indifference curve നമുക്കൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് നമുക്ക് പല കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഒരു കോമ്പിനേഷൻ ഐ ആം ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്, ദാറ്റ് ഈസ് ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം. സോ ഇപ്പം ഞാൻ 10 ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീമാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിന് രണ്ടിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് സെയിം ഫോർ മീ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഷെഡ്യൂളിലൂടെ പറയുന്നത്. ദാറ്റ് ഇസ് 1 ചോക്ലേറ്റ് ആൻഡ് കൺസംഷൻ ഓഫ് 10 ഐസ്ക്രീം. ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇസ് സെയിം ഫോർ മീ. അതുപോലെ 2 ചോക്ലേറ്റ്സ് ഓർ 10 ഐസ്ക്രീംസ് ഓർ 3 ചോക്ലേറ്റ്സ് ഓർ 10 ഐസ്ക്രീം, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഏതൊരു കോമ്പിനേഷൻ ആണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇസ് സെയിം ഓർ ഈക്വൽ ഫോർ ദ കൺസ്യൂമർ. Okay, so that is what is meant by indifference curve. So let's see indifference curve ന് നമുക്ക് higher level of indifference curve എന്ന് പറയുന്നത് എന്താണ്, higher level. Okay, so ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് is indifference map. Okay, indifference map എന്ന് വെച്ചാൽ എന്താണ്, it is a group of indifference curve. So ഒരു indifference curve എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ this is indifference curve. But മൾട്ടിപ്പിൾ ഇൻഡിഫറൻസ് കർവ്സ് ഉള്ളതിനെ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. സോ ദിസ് ഇസ് ഇൻഡിഫറൻസ് മാപ്പ്. ഹിയർ വി ക്യാൻ സീ ഹയർ ദ ഇൻഡിഫറൻസ് കർവ്, ഹയർ ഇസ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നമ്മളുടെ ഇൻഡിഫറൻസ് കർവ് ഹയർ ഓർ അത് ഫോർമർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ ലോവർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് we can assume that we are having only lower level of satisfaction. So indifference curve 3 is the highest indifference curve അല്ലേ. indifference curve 3 എന്ന് പറയുന്നതാണ് higher level of satisfaction നമുക്ക് കിട്ടുന്നത്. So here there are 10 units of good Z, okay, 10 units of good Z and 3 units of good Y. So ഏറ്റവും കൂടുതൽ quantity of goods from which we get higher satisfaction, that is indifference curve 3. Hence point C depicts the highest level of satisfaction. So I hope indifference curve എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, right? Is there any doubt from the what indifference curve is, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്നോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. സോ ഇൻഡിഫറൻസ് കർവ് വേറെ ഒന്നുമല്ല, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ദാറ്റ് ഇസ് വിച്ച് ഷോസ് ദ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ഇൻ വേരിയസ് ക്വാണ്ടിറ്റീസ് വേർ ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഫോർ എ കൺസ്യൂമർ ഇസ് എവറി ടൈം ഇറ്റ്സ് ദ സെയിം ഫോർ ഹിം. ഓക്കെ, സോ അതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. Now marginal rate of substitution, this is a very important term. Okay, marginal rate of substitution. Let's see adendananu. It is the rate at which a consumer substitutes one good for another. അതായത് ഒരു ഗുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് വേറൊരു ഗുഡിനെ നമ്മൾ ഫോർഗോ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ആ ഒരു റേറ്റിന് നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. As with increase in quantity of one good, the consumer forgoes less and less of the other good. Okay, ഒരു ഗുഡിനെ നമുക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാനായിട്ട് മറ്റൊരു ഗുഡിനെ നമ്മൾ ഫോർഗോ ചെയ്യാണ്. സോ അതിന് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു.
Okay, so MRS is clear. So what is MRS? MRS എന്ന് പറയുന്നത് is always negative. കാരണം നമ്മൾ വേറൊരു കൊമോഡിറ്റീനെ യൂസ് ചെയ്യാനായിട്ട് മറ്റൊരു കൊമോഡിറ്റീനെ നമ്മൾ ലൂസ് ചെയ്യാണ്. സോ അവിടെ നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് MRS is always negative. സോ MRS നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻഡിഫറൻസ് കർവ് is always convex to the origin എന്ന് നമുക്ക് പറയാം. Okay, indifference curve എന്ന് പറയുന്നത് we can say it is a downward sloping curve and അതൊരു left to right അല്ലെ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് it is a diminishing curve, right? So അത് എന്തുകൊണ്ടാണ്? It is because of MRS, that is marginal rate of substitution. So MRS നെ നമുക്ക് slope of indifference curve എന്ന് പറയാം. It is because of MRS diminishing that the indifference curve is convex in nature or convex to the origin. Okay, so MRS ന്റെ ഫോർമുല എന്താണ്? It is loss of good y by the gain of good x, or we can say delta y by delta x, that is marginal rate of substitution. Okay, so I hope this is clear. Marginal rate of substitution is very important while we learn indifference curve. Okay, ഈ ഒരു term maybe 1 or 2 മാർക്സിന് ചിലപ്പോൾ ചോദിക്കാം. And if you are elaborating what is indifference curve, അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. ലൈക്ക് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് നമ്മളതിനെ മിസ് ഔട്ട് ചെയ്യരുത്. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. സോ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എല്ലാ എക്സാംസിലും ചോദിക്കുന്നതാണ് ആൻഡ് ഇത് വളരെ ഈസിയാണ്. സോ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ലെറ്റ്സ് സീ. സോ ഇൻഡിഫറൻസ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അപ്പം നമ്മൾ നോക്കി MRS കാരണമാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. സോ വി നോ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. Indifference curve are convex to origin. Okay, see, indifference curve is downward sloping, അതായത് we can see from A to B. Okay, that is from left to right, അതൊരു downward sloping ആണ്. Indifference curve are convex to origin, അതെപ്പോഴും ഒറിജിനിൽ കോൺവെക്സ് ഷേപ്ഡ് ആയിരിക്കും. സി, ഈ ഒരു ഷേപ്പിനെ നമ്മൾ കോൺവെക്സ് ഷേപ്പ് ടു ഒറിജിൻ എന്ന് പറയും. Concave ആണെങ്കിൽ it will be like this. Okay, but indifference curve is convex to the origin. Indifference curve does not intersect or meet each other. Okay, അത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരച്ചു, വേറൊരു ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യില്ല. ഇങ്ങനത്തെ ഒരു ഇന്റർസെക്ഷൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇറ്റ് വിൽ നെവർ മീറ്റ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് it will be independent by its own. It will never meet. Okay, higher indifference curve indicates higher level of satisfaction. That is, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഹയർ ലെവലിലേക്ക് പോകും തോറും the level of satisfaction is also higher. Okay, so ഇതിൽ ഇപ്പോൾ this is 1 2 3 indifference curve. The third indifference curveലാണ് നമുക്ക് the highest level of satisfaction ഉള്ളത്. Okay, and the last property is indifference curve never touch x or y axis. That is, x or y ആക്സിസിന് ഒരിക്കലും ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യില്ല. കാരണം ഇത് ടച്ച് ചെയ്താൽ എന്ത് പറ്റും? the y good is the consumption 0 ആയിരിക്കും. അങ്ങനെ ഒരിക്കലും പറ്റില്ല അല്ലേ? കൺസംഷൻ 0 ആണെങ്കിൽ അവിടെ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവില്ല, അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവില്ല. ഇഫ് വി ഡസ് നോട്ട് കൺസ്യൂം ദ ഗുഡ്സ്, അപ്പോൾ നമുക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നെവർ ടച്ച്, റൈറ്റ്? ഇൻഡിഫറൻസ് കർവ് വിൽ നെവർ ടച്ച് ദ എക്സ് ആക്സിസ് ഓർ ദ വൈ ആക്സിസ്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് വിച്ച് വി ലേൺ ജസ്റ്റ് റൈറ്റ് നൗ. ഓക്കെ, ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്.
സോ ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡിഫറൻസ് മാപ്പ്. സോ വാട്ട് ഈസ് ഇൻഡിഫറൻസ് മാപ്പ്? അത് വേറെ ഒന്നുമല്ല, ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിന് നമ്മൾക്ക് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് മാപ്പ്. ആൻഡ് ഇതിൽ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എവിടെയാണ്? ഇൻഡിഫറൻസ് കർവ് 3. സോ ഇവിടെയാണ് നമുക്ക് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, സോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് റൈറ്റ് അവേ. സോ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നോക്കി, ആൻഡ് ദിസ് ടേം കംസ് അണ്ടർ ദ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് കൺസ്യൂമർ ബഡ്ജറ്റ്. ഓക്കെ, കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ റിയൽ പർച്ചേസിംഗ് പവർ വിച്ച് എ കൺസ്യൂമർ purchases bundles of 2 items at a set price. ഓക്കെ, ഒരു കൺസ്യൂമറിൻ്റെ പർച്ചേസിംഗ് പവർ, അതായത് ഹൗ ഹി പർച്ചേസസ് 2 combinations of goods with his income. Okay, or it means that a consumer can only buy goods in combination. Okay, നമ്മൾ ബണ്ടിൽ ആയിട്ടാണ് ഇതിൽ നമ്മൾ ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി വിൽ കൺസിഡർ ഓൺലി 2 goods. The cost less than or equal to his income. സോ നമുക്കൊരു ഗുഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവർ ഇൻകം. ഓൺലി ദെൻ നമുക്കത് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിനാണ് നമ്മൾ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദ റിയൽ പർച്ചേസിംഗ് പവർ വിത്ത് വിച്ച് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ബണ്ടിൽസ് ഓഫ് 2 items at a set price with his given income. Okay, so that is consumer budget. And വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് മോണോട്ടോണിക് പ്രിഫറൻസ്. ഓക്കെ, ഈ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദാറ്റ് ഇസ് കൺസ്യൂമർ പ്രിഫേഴ്സ് എ പെർട്ടിക്കുലർ ബണ്ടിൽ ഓവർ ദ അതർ ബണ്ടിൽ. ഓക്കെ, ഈ ബണ്ടിൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഗുഡ്സിന് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. സോ ദ ഫസ്റ്റ് ബണ്ടിൽ അതിൽ എ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ബണ്ടിൽ, അതിൽ 3 units of X ഉണ്ട് ആൻഡ് 5 units of Y ഉണ്ട്. സെക്കൻഡ് ബണ്ടിലിൽ വി ഹാവ് 3 units of X ആൻഡ് 2 units of Y. അപ്പോൾ ഏത് ബണ്ടിലായിരിക്കും ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ബണ്ടിൽ എ വിച്ച് ഹാസ് ദ മാക്സിമം യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ്. അതുകൊണ്ട് തന്നെ ഹി വിൽ റിസീവ് ഓർ ഹി വിൽ ഗെറ്റ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ലെവൽ ഓഫ് ഇൻകം. അതുകൊണ്ട് തന്നെ ആൾ ചൂസ് ചെയ്യുന്നത് ബണ്ടിൽ എ ആയിരിക്കും, റൈറ്റ്? ബിക്കോസ് ദ ബണ്ടിൽ എ കൺസിസ്റ്റ് ഓഫ് മോർ യൂണിറ്റ്സ് ഓഫ് ഗുഡ് ടു ദാൻ ബണ്ടിൽ ബി. അല്ലേ, ബണ്ടിൽ ബിയിൽ ഓൺലി 2 units ഓഫ് വൈ ഗുഡ് ഉള്ളൂ, പക്ഷെ ഇവിടെയോ വി ഹാവ് 5 units ഓഫ് വൈ ഗുഡ്. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത് ബണ്ടിൽ എ ആയിരിക്കും. സോ അതിന് നമ്മളൊരു മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയാം. ഓക്കെ, and moving on, we are going to discuss one of the important topic, that is budget set. So budget set എന്താണെന്ന് പറയുകയാണെങ്കിൽ it is a combination of all the bundles of goods and services that a consumer can purchase with his or her income. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ 2 goods മാത്രം അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 goods മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, എന്തോരം this consumer can purchase അല്ലെങ്കിൽ എന്തോരം combinations of goods and services that a consumer can purchase with his or her income at the current price level of the good. Okay, so ഇതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ let's say a consumer is having only 12. Okay, 12 as his income. Okay, അപ്പോൾ 12 ആണ് ഇപ്പോൾ അയാളുടെ ഇൻകം എങ്കിൽ there are 2 goods A and B. പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നത് ഇസ് 4 ആൻഡ് പ്രൈസ് ഓഫ് ബി എന്ന് പറയുന്നത് ഇസ് 2. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും? ലെറ്റ്സ് സി ഏതൊക്കെ കോമ്പിനേഷൻ നമുക്കിതിനൊക്കെ നോക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇപ്പോൾ ഗുഡ് ബി എടുക്കുകയാണെങ്കിൽ ഗുഡ് ബി 0 ദാറ്റ് ഈസ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് എയിൻ്റെ ഒന്നും മേടിക്കാതിരിക്കാം ആൻഡ് ബിൻ്റെ ഒന്നും മേടിക്കാതിരിക്കാം. either we can buy all B, either we can buy all B that is of 2 units, 3 units, 4 units up to 5. അല്ലേ, ബിക്കോസ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 12 ആണ് ആൻഡ് ദ പ്രൈസ് ഓഫ് ബി എന്ന് പറയുന്നത് 2. സോ നമുക്ക്
5 units of B, that is 5 into 2, 10, right? അപ്പോൾ നമുക്ക് 10 units ആണ് നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 6 units ആണ് ഇപ്പോൾ നമ്മൾ മേടിക്കണമെങ്കിൽ 6 units of B, the price is 2 and we get 12. So maximum നമുക്ക് 6 units of B നമുക്ക് കൺസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ what is for A? ഇപ്പോൾ എന്റെ ആണെങ്കിൽ what are the different combinations? Let's see. ഇപ്പോൾ എന്റെ ആണെങ്കിൽ we can buy 0 അല്ലേ? നമുക്ക് ഇൻകമിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നും മേടിക്കാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്റെ 1 യൂണിറ്റ് മേടിക്കാം. ഓക്കെ, സോ 4 ആയി. അതുപോലെ 2 units of A മേടിക്കാം, അതുപോലെ 3 units of A മേടിക്കാം. 4 മേടിക്കാൻ പറ്റോ? ഇല്ല, ബിക്കോസ് if we are buying 4 units of A, then 4 into 4 will become 16, and 16 എന്ന് പറയുന്നത് is more than our income. അപ്പോൾ നമുക്ക് മേടിക്കാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് അതർ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 1 of A, 4 of B മേടിക്കാം, അതുപോലെ 2 of A, 2 of B മേടിക്കാം. ഓക്കെ, സോ ഇതെല്ലാനും നമ്മൾ പർച്ചേസ് ചെയ്യണം എങ്ങനെയാണ്? ദാറ്റ് ഈസ് നമ്മുടെ ലെവൽ ഓഫ് ഇൻകം നോക്കിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബഡ്ജറ്റ് സെറ്റ്. അതായത് ഒരു കൺസ്യൂമർ, ദാറ്റ് ഈസ് ദ ബഡ്ജറ്റ് സെറ്റ് ഓഫ് എ കൺസ്യൂമർ എന്ന് പറയുന്നത് it is the collection of all the bundles of goods and services that a consumer can purchase with his or her income at current market prices. So the formula of budget set എന്ന് പറയുന്നത് the price of X into the quantity of X plus price of the second good into the quantity of the second good which is less than or equal to income. Okay, so അതാണ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. Now we are moving on to what is budget line. So ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു കളക്ഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ബണ്ടിൽസിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. So budget line is a graphical representation of all the potential combinations of two commodities that can be bought within a certain income and price. And all of these combinations provide the same level of satisfaction. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റ് സെറ്റ് തന്നെ, ഈ ബഡ്ജറ്റ് സെറ്റിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ബഡ്ജറ്റ് ലൈൻ can be also named as price line, price opportunity line, budget constraint line or price income line. Okay, these are some of the names given to budget line. അപ്പോൾ budget line എന്ന് പറയുന്നത് is like this. Okay, this is budget line. It is a downward sloping curve. Okay, so budget line, the two basic elements of a budget line are as follows. The consumer's purchasing power, അതായത് his income, and the market value of both the products. Okay, ഒരു കൺസ്യൂമറിന്റെ ഇൻകവും അതുപോലെ the price of the goods, ഇത് രണ്ടുമാണ് the basic elements of budget line. Okay, so ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് the price of good X into the quantity of X plus price of good Y into quantity of Y should be equal to the level of income. Okay, that is the equation of budget line. So നമ്മൾ ഈ ബഡ്ജറ്റ് സെറ്റും ബഡ്ജറ്റ് ലൈനൊക്കെ എന്തിനാണ് ഇപ്പോൾ പഠിക്കുന്നത്? ബിക്കോസ് വി വോണ്ട് ടു ലേൺ ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അറ്റൈൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So before that we need to learn the shifts in budget line. Okay, so shifts in budget line നോക്കുകയാണെങ്കിൽ it is assumed that the income of the consumer and the price of commodity is constant. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻകവും അതുപോലെ ഗുഡ്സിന്റെ പ്രൈസ് നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. And there will be a shift in the budget line when there is either a change in the income, okay, കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ the price of commodity ചേഞ്ച് ചെയ്യുമ്പോഴോ there can be shift in budget line. Okay, so the first one is effect of a change in the income of consumer.
സോ നമുക്ക് നോക്കാം, കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ്. അതെങ്ങനെയാണ്? ലെറ്റ്സ് അസ്യൂം ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ പ്രൈസ് നമുക്കിവിടെ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഇൻകം, ദാറ്റ് ഇസ് ഇപ്പോൾ ദ ഇൻകം ഇൻക്രീസസ്. ഇപ്പോൾ ഒരു കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് റൈറ്റ്. ഓക്കെ, നമ്മളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് വി ആർ ഏബിൾ ടു ബൈ മോർ ഓഫ് ഗുഡ് എക്സ് ആസ് വെൽ ആസ് മോർ ഓഫ് ഗുഡ് വൈ. റൈറ്റ്, നമുക്ക് ഗുഡ്സ് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റും ബിക്കോസ് നമ്മളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ ഇൻകം ഇസ് ലെസ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് എന്താണ്? നമ്മൾക്ക് കൂടുതൽ ഗുഡ് എക്സോ ഗുഡ് വൈയോ നമുക്ക് ബൈ ചെയ്യാനോ കൺസ്യൂം ചെയ്യാൻ കഴിയില്ല. സോ അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ ഡ്യൂ ടു ദ എഫക്റ്റ് ഇൻ ഇൻകം. Now let's see the effect of change in prices. So prices of both commodities ആണ് ഇപ്പോൾ ചേഞ്ച് ആവണമെങ്കിൽ there can be shift in budget line. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊമോഡിറ്റീൻ്റെ പ്രൈസ് ആണ് ചേഞ്ച് ആവണമെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ്സ് ഓഫ് ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗുഡ് വൈ, അപ്പോൾ അവിടെ ഷിഫ്റ്റ് അല്ല ഉണ്ടാവുന്നത്, there will be rotation of budget line. അത് നമുക്ക് നോക്കാം. So when there is change in the price of both commodities, രണ്ട് commoditiesന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? the budget line will shift. അത് എപ്പോഴൊക്കെയാണ്? if the price of both goods fall, അല്ലേ? ഇപ്പോൾ ഗുഡ് വൈൻ്റെയും ഗുഡ് എക്സിൻ്റെയും പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? the demand for both these goods increase ചെയ്യും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? it will shift to the right. കാരണം people will demand more of good x and y. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഹവർ ഇഫ് ദ പ്രൈസ് ഓഫ് ബോത്ത് ഗുഡ് ഇൻക്രീസ്, ഈ രണ്ട് ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് മീൻസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ ഇൻക്രീസ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ പീപ്പിൾ വിൽ നോട്ട് ബൈ മോർ ഓഫ് ദീസ് ഗുഡ്സ്. ഓക്കെ, so the budget line will shift to the left from AB to A2 and B2. Now let's see the change in the price of commodity on the x-axis. ഇപ്പോൾ എക്സ് ആക്സിസിലെ ഗുഡ് എക്സ്, ഇപ്പോൾ ഗുഡ് എക്സിൻ്റെ പ്രൈസ് കൂടിയാൽ അല്ലെങ്കിൽ എക്സിൻ്റെ പ്രൈസ് മാത്രം കുറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? സോ ഇപ്പോൾ ഗുഡ് എക്സിൻ്റെ പ്രൈസ് കൂടി, വാട്ട് ഹാപ്പൻസ്? ഗുഡ് എക്സിൻ്റെ പ്രൈസ് കൂടിയാൽ ഇറ്റ് വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. പക്ഷേ നമ്മുടെ ഗുഡ് വൈൻ്റെ പോയിന്റ്, ദാറ്റ് ഇസ് ബി, വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. കാരണം ഗുഡ് വൈ ഇസ് നോട്ട്, ദ പ്രൈസ് ഓഫ് ഗുഡ് വൈ ഇസ് നോട്ട് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, റൈറ്റ്? ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ വിൽ മീൻ, ദാറ്റ് ഇസ് ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ഫോൾസ്. ഇപ്പോൾ ഗുഡ് എക്സിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യുകയാണെങ്കിൽ ദ ബഡ്ജറ്റ് ലൈൻ വിൽ റൊട്ടേറ്റ് ടു റൈറ്റ്, റൈറ്റ്? അതുപോലെ തന്നെ ഇപ്പോൾ ഗുഡ് എക്സിൻ്റെ പ്രൈസ് റൈസസ്, അങ്ങനെയാണെങ്കിൽ ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ്, നോട്ട് ഷിഫ്റ്റ്, ഇറ്റ് വിൽ റൊട്ടേറ്റ് ടു ലെഫ്റ്റ്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇഫ് വി കൺസിഡർ ഗുഡ് വൈ. സോ ഗുഡ് വൈയിൽ ദ കോൺസ്റ്റന്റ് വിൽ ബി ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ്. സോ ഇവിടെ നമുക്ക് കാണാം ദാറ്റ് ഇസ് ദ ഗുഡ് വൈൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? പ്രൈസ് കൂടുകയാണെങ്കിൽ ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. അതുപോലെ ഗുഡ് വൈൻ്റെ പ്രൈസ് കുറയാണെങ്കിൽ ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടു റൈറ്റ്. സോ ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്, ദാറ്റ് ഇസ് ദ ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ റൊട്ടേഷൻ ഇൻ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ commodity. Okay, so I hope budget line endana and the shifts in budget line is very well and clear. Okay, so ini nammal one of the most important topic like povana, and before that namukku budget line properties endanu nokkam. So the budget line is negatively slope alle, negative slope aanu because it is downward sloping. Other straight line aanu,
and it shows the real income line. Alle, we say that it is the price line or income line of the consumer, and it is tangent to indifference curve. അതായത് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബഡ്ജറ്റ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പോയിന്റ് വെൻ ദ ഇൻഡിഫറൻസ് കർവ് മീറ്റ്സ് ദ ബഡ്ജറ്റ് ലൈൻ. ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. സോ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വേർഡ് എന്താണ്? ദാറ്റ് ഈസ് ബാലൻസ്ഡ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or a position of no change. Okay, under this situation it provides maximum gain. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്യൂമറിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് സേ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെൻ ദ കൺസ്യൂമർ ഹാസ് ഡിറൈവ്ഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹി ഡസൻറ്റ് വാണ്ട് ടു ചേഞ്ച് ഹിസ് കൺസംഷൻ ലെവൽ. സോ ഹി വാണ്ട് ടു ബി അറ്റ് ദാറ്റ് പ്ലേസ് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെ ഹി വോണ്ട് ടു റീറ്റെയിൻ, ബിക്കോസ് ഹി ഇസ് റിസീവിങ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹി ഡസ് നോട്ട് വോണ്ട് ടു ചേഞ്ച് ഹിസ് കൺസംഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ലെവൽസ്. അതാണ് നമ്മൾ കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ കൺസ്യൂമർ ഹാസ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലിമിറ്റഡ് ഇൻകം ആൻഡ് ഡസ് നോട്ട് ടെൻഡ് ടു ചേഞ്ച് ഹിസ് എക്സിസ്റ്റിംഗ് വേ ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, വിത്ത് ഹിസ് ലിമിറ്റഡ് ഇൻകം. ആൻഡ് അയാൾക്ക് അവിടെ നിന്ന് അയാളുടെ കൺസംഷൻ ലെവലോ എക്സ്പെൻഡിച്ചർ ലെവലോ ഒന്നും ചേഞ്ച് ചെയ്യാൻ ഒരു താല്പര്യമില്ല, ബിക്കോസ് ഹി വോണ്ട് ടു സ്റ്റേ ഇൻ ദാറ്റ് പൊസിഷൻ ഇറ്റ് സെൽഫ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇസ് അച്ചീവ്ഡ് ബൈ ദ സ്റ്റഡി ഓഫ് ഇൻഡിഫറൻസ് മാപ്പ് ഓർ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ. സോ ഇത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വി ഓൾറെഡി covered what is indifference curve, indifference map, but still indifference map എന്ന് വെച്ചാൽ എന്താണ്? It is a group of indifference curve and higher the level of satisfaction എന്ന് വെച്ചാൽ എന്താ? Higher indifference curve. So higher indifference curve will derive higher level of satisfaction. Okay? A consumer attains equilibrium at the point where budget line is tangent to indifference curve. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്ന് നമുക്ക് ഒരു ഷെഡ്യൂളിലൂടെ, നോട്ട് ഷെഡ്യൂൾ, ഒരു ഗ്രാഫിലൂടെ നമുക്ക് സ്റ്റഡി ചെയ്യാം. സോ ഇത്രയും പറഞ്ഞതിൽ ഐ ഹോപ്പ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് വളരെ ക്ലിയർ ആയിരിക്കും, ബിക്കോസ് ദെൻ ഓൺലി വി ക്യാൻ ലേൺ ദ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. സോ ഈ ഒരു എക്സാമ്പിളിൽ ഐ ഹാവ് ടേക്കൻ ഇൻ ടു അക്കൗണ്ട് 3 ഇൻഡിഫറൻസ് കർവ്, ദാറ്റ് ഈസ് IC1, IC2 ആൻഡ് IC3. ഈ 3 ഇൻഡിഫറൻസ് കർവ് ആണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്തേക്കുന്നത്. ആൻഡ് എ ബി എന്ന് പറയുന്നത്, ഓക്കെ, എ ബി എന്ന് പറയുന്നത് ഇസ് ദ ബഡ്ജറ്റ് ലൈൻ. ആൻഡ് ലെറ്റ്സ് സി ഈ ബഡ്ജറ്റ് ലൈൻ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? വി ക്യാൻ സി എ ബി എന്ന് പറയുന്ന ലൈൻ ആൻഡ് ദ ഇൻഡിഫറൻസ് കർവ് 2. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് വി ക്യാൻ സി ഹിയർ ഇസ് എ ഇ. സോ ഈ ഇ എന്ന് പറയുന്നത് ഇസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. സോ ഇൻഡിഫറൻസ് കർവ് 1 നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ദ കൺസ്യൂമർ ബൈസ് ഗുഡ്സ് വിത്ത് ഹിസ് ഇൻകം, അല്ലെ? നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് എ ബി ആണ്, ഇതിന്റെ അടിയിലാണ് ഇൻഡിഫറൻസ് കർവ് 1 കിടക്കുന്നത്. സോ ഇൻഡിഫറൻസ് കർവ് 1 നമുക്ക് വി ക്യാൻ ബൈ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, പക്ഷെ നമ്മുടെ ഇൻകം അതിൽ കൂടുതലുണ്ട്. വി ക്യാൻ ബൈ മോർ ഗുഡ്സ്, പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. വി ക്യാൻ ഓൺലി ബൈ സം ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് വി ക്യാൻ സി ഇറ്റ് ഈസ് ലോവർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ലോവർ ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ കിട്ടുള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഇൻഡിഫറൻസ് കർവ് 3? ഇവിടെ വെരി ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, ബിക്കോസ് ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് വിൽ ഡിറൈവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ഇവിടെ നമ്മുടെ കൺസ്യൂമറിന് ഇൻകം ഇല്ല, ബിക്കോസ് നമ്മുടെ ഇൻകം ലൈനിന്റെ മേളിലായിട്ടാണ് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് ലൈ ചെയ്യുന്നത്. Now let's take into account indifference curve 2.
സോ ഈ ഒരു ഇൻഡിഫറൻസ് കർവിൽ is the place where the budget line meets. ബഡ്ജറ്റ് ലൈൻ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ഇ എന്ന് പറയുന്നത്. സോ ഇവിടെ ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ദാൻ ഇൻഡിഫറൻസ് കർവ് 1 അല്ലെ. ഇൻഡിഫറൻസ് കർവ് 1 നിന്ന് കിട്ടിയതിനേലും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇൻഡിഫറൻസ് കർവ് 2 കിട്ടുന്നുണ്ട് വിത്ത് ലിമിറ്റഡ് ഇൻകം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ വി ആർ ഗെറ്റിംഗ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. സോ പോയിന്റ് ഇ എന്ന് പറയുന്നത് ഇസ് ദ പ്ലേസ് വേർ വി ഗെറ്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയം, വേർ ദ ബഡ്ജറ്റ് ലൈൻ മീറ്റ്സ് ഇൻഡിഫറൻസ് കർവ്. സോ ഈ ഒരു പോയിന്റിന് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത് വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് നോക്കി, ആൻഡ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ദാറ്റ് ഈസ് യൂട്ടിലിറ്റി, ദ ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി അനാലിസിസ്, മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. പിന്നെ നമ്മൾ ഇൻഡിഫറൻസ് കർവിലേക്ക് വന്നു, വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡിനൽ യൂട്ടിലിറ്റി, റൈറ്റ്. ദെൻ റിവീൽഡ് പ്രിഫറൻസ് തിയറി. പിന്നെ നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. വാട്ട് ഈസ് ഇൻഡിഫറൻസ് കർവ്, ദ പ്രോപ്പർട്ടീസ്, ആൻഡ് വാട്ട് ഈസ് ഇൻഡിഫറൻസ് മാപ്പ്. ആൻഡ് അത് കഴിഞ്ഞ് നോക്കിയതാണ് നമ്മൾ ദ ബഡ്ജറ്റ്, കൺസ്യൂമർ ബഡ്ജറ്റ്, വാട്ട് ഈസ് മോണോട്ടോണിക് പ്രിഫറൻസ്, വാട്ട് ഈസ് ബഡ്ജറ്റ് മാപ്പ്, ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ആൻഡ് ഇതെല്ലാം യൂസ് ചെയ്തത് എന്തിനാണ്, ഇതെല്ലാം പഠിച്ചത് എന്തിനാണ്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത്രയും പഠിച്ചത് ക്ലിയർ ആണ്. സോ ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഗൈസ്. സോ ഡിഫൈൻ യൂട്ടിലിറ്റി. സോ യൂട്ടിലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി, മാർജിനൽ യൂട്ടിലിറ്റി നോക്കി, ടോട്ടൽ യൂട്ടിലിറ്റി നോക്കി, ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ആൻഡ് വൈ ഇസ് ദ ഷേപ്പ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്? എന്തുകൊണ്ടാണ് ദ ഷേപ്പ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്? അതെന്തുകൊണ്ടാണ്? ദ മാർജിനൽ യൂട്ടിലിറ്റി കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആൻഡ് ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻഡിഫറൻസ് മാപ്പ്, what is marginal rate of substitution? It is very important. Budget set, budget line. Okay, what is meant by monotonic preference? What is consumer equilibrium? So all these questions, ഇതിന് എല്ലാത്തിനും മേ ബി 1 or 2 marks or 5 or 6 marks ഒക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഐ വോണ്ട് എവ്രി വൺ ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് ടോപ്പിക്സ്, ദീസ് കോൺസെപ്റ്റ്സ്. സോ ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു സ്കോർ ഗുഡ് മാർക്സ്. സോ ഇത് മാത്രമാണ് എനിക്കിന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നത് ഫ്രം മൈക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. വിസ്മയ, വിനു, അതുൽ, അനശ്വര, നകുൽ, ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ്, യദു, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക്. ഇപ്പോൾ തന്നെ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഈ ഡൗട്ട്സ് സേവ് ചെയ്യേണ്ട വരും. സോ ദാറ്റ്സ് ഓൾ സ്റ്റുഡൻസ്. സോ ഐ ഹോപ്പ് വാട്ട് ഐ ഹാവ് ടീച്ച്ഡ് യു ടുഡേ ഇറ്റ്സ് വെൽ ആൻഡ് ക്ലിയർ, ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ നന്നായിട്ട് പഠിക്കും ഫോർ ദ അപ്കമിങ് ഫൈനൽ എക്സാംസ് ആൻഡ് യു വിൽ ബി സ്കോറിങ് വെരി ഗുഡ് മാർക്സ്. സോ 12th എക്സാം ആണ്. സോ ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഇറ്റ്സ് വെരി ഈസി. തിയറി ആൻഡ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ഓൺ വേയിൽ തന്നെ ഈ ആൻസേഴ്സ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പോയിന്റ്സ് ആയിട്ട് എഴുതുക വിത്ത് ഷെഡ്യൂൾസ്, ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്, ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. Okay, there are no more doubts. Everything is clear. So thank you, students. Thank you for the time. And bye-bye. Good night.